Welcome to Simis Nadan Kitchen and you're watching Simis Nadan Kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഓവർനൈറ്റ് ഞാൻ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇത് നന്നായിട്ട് കഴുകിയ ശേഷം ഇത് അരച്ചെടുക്കുക. ഞാൻ ഈ അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ബൗളിലേക്ക് ഇടാം. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ആകരുത്. നമുക്കൊരു തിക്കായിട്ടുള്ള ബാറ്റർ വെച്ചിട്ടാണ് ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒറ്റ ട്രിപ്പ് എനിക്ക് അരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇത് അരയ്ക്കുന്നത്. ഇത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് തരി വേണം. നല്ല ഫൈനായിട്ടൊന്നും അരയണ്ട. ചെറുതായിട്ട് ഒരു നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു തരി തോന്നിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ മാവ് അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ 2 ട്രിപ്പായിട്ട് വേണം അരയ്ക്കാനായിട്ട്. പാളയംകോടൻ പഴം 5 എണ്ണം. അപ്പോൾ അരി നമ്മൾ 2 ബാച്ചായിട്ട് അരയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യത്തെ പ്രാവശ്യം അരച്ചപ്പോൾ നമ്മൾ അരി തന്നെയാണ് അരച്ചത്. ഈ രണ്ടാമത്തേത് അരയ്ക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പഴം കൂടി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. എന്നുവെച്ചാൽ പഴം തന്നെ അരച്ച് കഴിഞ്ഞാൽ പഴം അരഞ്ഞു വരത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് അരിയും കൂടി ഞാൻ ഈ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പഴം ചേർക്കാം. ഇത് അത്യാവശ്യം വലിയ പഴമാണ്. അതുകൊണ്ട് ഞാനിതിനകത്ത് 4 പഴമാണ് ഇപ്പോൾ അരച്ച് ചേർക്കുന്നതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ ഈ 4 പഴം ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് ചെറുതാക്കി അരിഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ അരയാൻ വെച്ച് എളുപ്പമുണ്ട്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ പഴവും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയ തരിയോട് കൂടി വേണം ഇത് അരയ്ക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് ശർക്കര ചേർക്കാം. ശർക്കര ചേർക്കുമ്പോൾ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർക്കാം. അപ്പോൾ ശർക്കരയുടെ കണക്കൊന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ 3/4 കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് നോക്കാം അപ്പോൾ എത്ര ഞാൻ ചേർക്കുന്നുണ്ടെന്നുള്ളത്. ഞാനിപ്പോൾ ഉരുക്കി വെച്ചിട്ടേ ഉള്ളൂ. ചെറിയ ചൂടുണ്ട്. ചെറിയ ചൂടോട് കൂടിയാണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ ശർക്കര അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 1/2 കിലോ ശർക്കരയാണ് ഉരുക്കി ചേർത്തത്. അപ്പോൾ ഞാനിതിപ്പോൾ ആദ്യമേ തവിയും കൊണ്ടൊന്ന് കലക്കി ചേർത്തായിരുന്നു. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് കൈയും കൊണ്ട് ഒന്ന് ശരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് നമ്മൾ ഇഡ്ഡലി മാവൊക്കെ അരച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ടല്ലേ ആക്കുന്നത്. അപ്പോഴേ ശരിക്കും നല്ല ഫെർമെൻറ്റേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് തന്നെ. നന്നായിട്ട് ഇതിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു 5 പാളയംകോടൻ പഴം എന്നാണ് പറഞ്ഞത്. അതിൽ 4 എണ്ണ അരച്ച് ചേർത്തിട്ടുള്ളൂ. ഒരെണ്ണം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുഞ്ഞിതായിട്ട് അരിഞ്ഞ് ചേർക്കണതാണ്. ഒന്ന് 4ആയിട്ട് കീറിയിട്ട് ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞിടത്ത് പഴം ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 8 മണിക്കൂർ നേരം ഇതിങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കണം. അതിന് 8 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് അടച്ചു വെക്കണേന്. ഇനി നമുക്കിത് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് 2 കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർക്കാം. ഞാൻ ഒരു ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണേന്. ഞാൻ കുറച്ച് തേങ്ങ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഈ നെയ്യിലേക്ക് ചേർക്കാം. തേങ്ങ നെയ്യിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറാവണം. ഇപ്പോൾ തേങ്ങ മൂത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ചേർക്കാം. അപ്പോൾ ഞാനിത് കഴുകിയിട്ട് ഉണക്കി വെച്ചിരുന്നതാണ്. അത് ചേർക്കാം. എള്ള് ഒരുപാടൊന്നും ചേർക്കേണ്ട, കുറച്ച് ചേർത്ത് വെച്ചാൽ മതി. ആ എള്ളും തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ മാവിലേക്ക് ഒഴിക്കാം. ഇത് ഞാൻ ഈ മാവിലേക്ക് ചേർക്കണം. ഇത് മാവിലിട്ടതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത കാര്യമുണ്ടല്ലോ, തേങ്ങ വറുത്തതും എള്ള് വറുത്തതൊക്കെ, അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന നേരം മാത്രം ചേർക്കാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ എള്ളിൽ നിന്നൊക്കെ കളറൊക്കെ ഇളകി വരും. കുറേ സമയം എള്ളിങ്ങനെ ഇതിൽ മാവിൽ കിടന്നു കഴിഞ്ഞാൽ ആ എള്ളിൻ്റെ ഒരു കറുപ്പ് കളറുണ്ടല്ലോ, അത് മാവിലേക്ക് ഇറങ്ങി പിടിക്കും. കൂടാതെ ഈ തേങ്ങയാണെങ്കിൽ കുതിർന്നും പോകും. ഇനിയിപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെജിറ്റബിൾ ഓയിലിൻ്റെ അകത്തും ഉണ്ടാക്കാം, പക്ഷേ കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണയ്ക്കകത്താണ്. ഈ കുഴിക്കകത്തൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കുക.
എണ്ണ ഒന്ന് ചൂടായിട്ട് വരണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മാവ് ഒഴിക്കണേണ്. മാവ് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ടത്. അടിവശം മൂത്ത് വരുമ്പോഴത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഉണ്ണിയപ്പം 2 സൈഡും മൂത്തിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ എണ്ണയിൽ നിന്ന് എല്ലാം കോരിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.